പ്രിയ കൂട്ടുകാരെ, നമുക്കിന്ന് സിനിമാറ്റിക് നോവലായ റാം കെയർ ഓഫ് ആനന്ദിയുടെ 12ാമത്തെ ഭാഗം കേൾക്കാം. ഇതിന് മുൻപുള്ള ഭാഗങ്ങൾ കേട്ടിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് കേട്ടതിന് ശേഷം ഇത് കേൾക്കാൻ ശ്രദ്ധിക്കുമല്ലോ. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. 3. അർദ്ധരാത്രി എന്തോ ശബ്ദം കേട്ടാണ് രേഷ്മ ഞെട്ടി ഉണർന്നത്. നോക്കുമ്പോൾ ഇരുട്ടിൽ ആനന്ദി പതിയെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോകുന്നത് കണ്ടു. ആനന്ദിയുടെ പ്രവൃത്തിയിൽ നേരിയ സംശയം തോന്നിയപ്പോൾ രേഷ്മ പാട്ടി ഉണർത്താതെ പതുങ്ങി ആനന്ദിയുടെ പിന്നാലെ പോയി. വീടിൻ്റെ വാതിൽക്കലെത്തി ആനന്ദി പുറത്ത് ലൈറ്റ് അണച്ചിട്ട് ഗേറ്റിന് നേർക്ക് വേഗത്തിൽ നടന്നുപോയി. തൽക്ഷണം രേഷ്മ വരാന്തയിൽ കിടന്നിരുന്ന കുഷ്യനിട്ട കസേരയുടെ പിന്നിൽ ഒളിച്ചു. പൊടുന്നനെ ഗേറ്റിനരികിലായി ഒരു നിഴൽ രൂപം പ്രത്യക്ഷപ്പെട്ടു. ആനന്ദി അയാളെ കണ്ടതും ശബ്ദമുണ്ടാക്കാതെ ഗേറ്റ് അല്പം തുറന്നു കൊടുത്തു. അയാൾ അകത്തേക്ക് കയറിയതും അവൾ അയാളെയും കൂട്ടി മുകളിലെ തൻ്റെ മുറിയിലേക്ക് പോയി. പെട്ടെന്ന് ആ മുറിയുടെ വാതിലടഞ്ഞതും രേഷ്മയുടെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. തനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട ഒരാൾ കൺമുന്നിൽ മോശക്കാരിയായി മാറുന്ന വെപ്രാളമായിരുന്നു അവൾക്ക്. പാട്ടിയും മറ്റും വിളിച്ചുണർത്തി കയ്യോടെ അവളെ പിടികൂടിയാലോ എന്നവൾ ചിന്തിച്ചെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ അവൾക്ക് സാധിച്ചില്ല. മാത്രവുമല്ല, റാമിന് ആനന്ദിയോട് എന്തോ ഒരു താല്പര്യമുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞിരുന്നു. ആനന്ദിയെ ഒരു മോശം സാഹചര്യത്തിൽ പിടികൂടുമ്പോൾ അവനുണ്ടാകാവുന്ന മനോവിഷമത്തെപ്പറ്റിയും അവൾ ചിന്തിച്ചു. അങ്ങനെ ഓരോ ചിന്തകളിലൂടെ കടന്നു പോകുന്നതിനിടയിൽ ആനന്ദിയുടെ മുറിയുടെ വാതിൽ വീണ്ടും തുറക്കപ്പെട്ടു. അതോടൊപ്പം രേഷ്മയുടെ കാടുകയറിയ ചിന്തകൾക്ക് ഫുൾ സ്റ്റോപ്പ് വീഴുകയും ചെയ്തു. അവളാണ് ആദ്യം പടികളിറങ്ങി താഴേക്ക് വന്നത്. ചുറ്റുപാടും ഒന്ന് ശ്രദ്ധിച്ച ശേഷം അയാളെയും അവൾ താഴേക്ക് വിളിച്ചു. പടികൾ ഇറങ്ങുന്ന കൂട്ടത്തിൽ കയ്യിലിരുന്ന ഒരു പൊതി അയാൾ തൻ്റെ ഷർട്ട് പൊക്കി വയറിൻ്റെ ഭാഗത്ത് പാൻറ്റിൻ്റെ ഇടയിലേക്ക് തിരികെ കയറ്റി. അയാളുടെ മുഖത്തേക്ക് എവിടെ നിന്നെങ്കിലും അല്പം വെളിച്ചം വീണിരുന്നെങ്കിൽ ആ മുഖം വ്യക്തമായേനെ എന്ന് രേഷ്മ ചിന്തിച്ചു. അയാൾ ഗേറ്റ് കടന്നു പോയ ഉടൻ ആനന്ദി തൻ്റെ ഫോണിൻ്റെ പിൻവശം തുറന്ന് അവിടെ സൂക്ഷിച്ചിരുന്ന സിം ഫോണിലിട്ട് ആരെയോ വിളിച്ച് അടക്കി പിടിച്ച് സംസാരിച്ചു. ശേഷം ആ സിമ്മൂരി പഴയ സിമ്മിലിട്ട് തിരികെ വീട്ടിലേക്ക് നടന്നു വന്നു. രേഷ്മ വേഗത്തിൽ മുട്ടിൽ നിരങ്ങി അകത്തേക്ക് കയറി ഓടിപ്പോയി കട്ടിലിൽ കിടന്നു. ആനന്ദി മുറ്റത്ത് ലൈറ്റ് ഓണാക്കിയിട്ട് വാതിൽ ചാരി തിരികെ കട്ടിലിൽ വന്നു കിടന്നു. ആനന്ദി വളരെ വേഗത്തിൽ ഉറക്കം പിടിച്ചെങ്കിലും രേഷ്മയ്ക്ക് അതിന് സാധിച്ചില്ല. പുറത്തു നിന്നുള്ള നേരിയ വെളിച്ചത്തിൽ അവൾ ഇടയ്ക്കിടെ ആനന്ദിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. പിറ്റേന്ന് രേഷ്മ ഉണരുമ്പോൾ ആനന്ദി ജോലികൾക്കായി പോയിരുന്നു. പാട്ടി അടുക്കളയിൽ അവർക്കുള്ള പ്രഭാത ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലുമായിരുന്നു. മുഖമെല്ലാം കഴുകി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം രേഷ്മ അടുക്കളയിലേക്ക് ചെന്നു. പാട്ടി, ആനന്ദി എപ്പോൾ വരും? 10 മണിയാകും. രേഷ്മ ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ സമയം 8 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. പാട്ടി, ആനന്ദിയുടെ മുറിയുടെ ഡ്യൂപ്ലിക്കേറ്റ് കീ പാട്ടിയുടെ കൈവശമുണ്ടോ? രേഷ്മയുടെ ചോദ്യം കേട്ട് ആവി പറക്കുന്ന ഇഡലികൾ പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ടിരുന്ന പാട്ടി അവളെ ഒരു നോട്ടം നോക്കി. എന്താ കാര്യം? അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാനാ. പറ പാട്ടി, വേറെ കീ ഉണ്ടോ? രേഷ്മ ചിണുങ്ങും പോലെ ചോദിച്ചു. കീയൊക്കെ വേറെയുമുണ്ട്, പക്ഷേ വല്ല പണിയും ഒപ്പിക്കാനാണെങ്കിൽ ഒടുക്കം എൻ്റെ തലയ്ക്ക് വരരുത്, കേട്ടല്ലോ? പാട്ടി ഒരു നിബന്ധന പോലെ പറഞ്ഞു. അതൊന്നുമില്ല, പാട്ടി കീ താ. അവൾ ഒരു ചിരി ചിരിച്ചിട്ട് പാട്ടിയുടെ സാരത്തമ്പിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ അലമാരിയിൽ ഒരു ചെറിയ ഡ്രോയിൽ ഒരു ചുവന്ന കവറുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് കീ അതിലുണ്ട്. പാട്ടി അത് പറഞ്ഞതും രേഷ്മ പാട്ടിയുടെ മുറിയിലേക്ക് വേഗത്തിൽ നടന്നുപോയി. മുറിയിലെത്തിയതും അലമാരിയിൽ നിന്നും ചുവന്ന പ്ലാസ്റ്റിക് കവർ നോക്കിയെടുത്ത് അത് കട്ടിലിലേക്ക് കുടഞ്ഞിട്ടു. 2-3 പേപ്പറുകളുടെ കൂട്ടത്തിൽ ആനന്ദിയുടെ മുറിയുടെ ചാവിയും കട്ടിലിലേക്ക് തെറിച്ചു വീണു. രേഷ്മ നോക്കുമ്പോൾ ആനന്ദിയുമായിട്ടുള്ള വാടക കരാറും അവളുടെ +2 സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയുമൊക്കെയാണ് ആ പേപ്പറുകൾ. രേഷ്മ വേഗത്തിൽ തൻ്റെ ഫോണെടുത്ത് ആനന്ദിയുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു ഫോട്ടോ എടുത്തു. ശേഷം അവ ഭദ്രമായി അലമാരിയിലേക്ക് തിരികെ വെച്ച് കീയുമായി മുകളിലേക്കുള്ള പടികൾ കയറി ചെന്നു. വെട്രിയുടെ മുറി അടഞ്ഞു കിടന്നിരുന്നതിനാൽ അവനും റാമും നല്ല ഉറക്കത്തിലായിരിക്കുമെന്ന് രേഷ്മ കണക്കുകൂട്ടി. ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് ആനന്ദിയുടെ മുറി തുറക്കുമ്പോൾ അവൾ ഒരിക്കൽ കൂടി റോഡിലേക്ക് ശ്രദ്ധിച്ചു. ശേഷം വേഗത്തിൽ മുറി തുറന്ന് അകത്തേക്ക് കയറി വാതിലിൻ്റെ കുറ്റിയിട്ടു. ആദ്യമായിട്ടായിരുന്നു ആനന്ദി താമസിക്കുന്ന മുറിയിലേക്ക് രേഷ്മ കയറുന്നത്. മുറിയിലെ ലൈറ്റ് ഇട്ടതും രേഷ്മ ഒരു നിമിഷം പകച്ചു. മുറിയുടെ ഭിത്തിയിൽ മുഴുവനും സിനിമാ നടി തൃഷയുടെ പല വലിപ്പത്തിലുള്ള ഫോട്ടോകൾ ഒട്ടിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും ആനന്ദിയുടെ സംസാരത്തിൽ നിന്നും തൃഷ എന്ന നടിയുടെ പേര് പോലും കേൾക്കാത്തതിൽ അവൾക്ക് അത്ഭുതം തോന്നി. വെട്രിയുടെ മുറി പോലെ തന്നെ ഒരു കട്ടിലും ഒരു തടിയലമാരയും ഒരു മേശയും കസേരയും അവളുടെ മുറിയിലും ഉണ്ടായിരുന്നു. വസ്തുക്കൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ രേഷ്മ ആ മുറിയാകെ പരിശോധിച്ചു. ബെഡിൻ്റെ ഒരു ഭാഗം അല്പം ഉയർന്നിരിക്കുന്നത് കണ്ടപ്പോൾ അവൾ അതിന് താഴേക്ക് കൈകടത്തി നോക്കി.
കയ്യിൽ തടഞ്ഞ ഒരു പുസ്തകം അവർ പുറത്തേക്കെടുത്തു. ന്യൂ ഇയർ സമയങ്ങളിൽ ഓൺലൈൻ സൈറ്റുകൾ സ്ഥിരം പരസ്യം കാണിക്കാറുള്ള പൂട്ടുന്ന തരത്തിലുള്ള ഒരു ഡയറിയായിരുന്നു അത്. ഒരു ലെതർ ബെൽറ്റ് കൊണ്ട് പുസ്തകത്തെ തുറക്കാൻ കഴിയാത്ത വിധത്തിൽ ചുറ്റിവെച്ച ശേഷം അതിലുള്ള ചെറിയ താഴുപയോഗിച്ച് പൂട്ടിവെച്ചിരിക്കുന്നു. അതിൻ്റെ താക്കോലിനായി മുറിയിൽ മൊത്തത്തിൽ ഒരിക്കൽ കൂടി തപ്പു നോക്കിയെങ്കിലും അവൾക്ക് താക്കോൽ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ആ നിമിഷം രേഷ്മയുടെ മനസ്സിലേക്ക് ആനന്ദിയെപ്പറ്റിയുള്ള ഒരുപാട് സംശയങ്ങൾ പൊന്തി വന്നു. വെട്രിയുടെ മുറി തുറക്കുന്ന ശബ്ദം കേട്ടതും രേഷ്മ വേഗത്തിൽ ആ ഡയറി തിരികെ ആനന്ദിയുടെ ബെഡിന് കീഴെ വെച്ചിട്ട് മുറിയിലെ ലൈറ്റ് ഓഫാക്കി. എന്നിട്ട് ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് പുറത്ത് ശബ്ദങ്ങൾ ശ്രദ്ധിച്ചു. വെട്രിയോ റാമോ ആരോ ഒരാൾ പടികളിറങ്ങി താഴേക്ക് പോവുകയും പുറത്തുള്ള ബാത്റൂമിൽ കയറി വാതിലടയ്ക്കുകയും 2 മിനിറ്റുകൾക്ക് ശേഷം ഇറങ്ങിയയാൾ പടി കയറി തിരികെ എത്തി മുറിയുടെ വാതിലടയ്ക്കുന്ന ശബ്ദവും അവൾ കൃത്യമായി ശ്രദ്ധിച്ചു. അന്തരീക്ഷം വീണ്ടും ശാന്തമായതും ആനന്ദിയുടെ മുറിയിൽ നിന്നും അതിവേഗത്തിൽ രേഷ്മ പുറത്തിറങ്ങി. റാമും വെട്രിയും 9:30-ക്കാണ് ഉറക്കം വിട്ട് എഴുന്നേറ്റത്. രണ്ടുപേരും ഫ്രഷായി അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ പാട്ടിയും രേഷ്മയും ഇഡലി കഴിക്കുകയായിരുന്നു. ആഹാ, രണ്ടാളും കൂടി നമ്മളെയൊന്നും വിളിക്കാതെ ഒറ്റയ്ക്കിരുന്ന് ഇഡലി തട്ടുവാണോ? ആനന്ദി എവിടെ പോയി? വെട്രി ചോദിച്ചു. രേഷ്മ ഗൗരവത്തിൽ അവനെ ഒന്ന് നോക്കി. ഈ സമയത്ത് പുറത്തായി ലൂണയുടെ ശബ്ദം കേട്ടു. ദേ വന്നല്ലോ. പുറത്തേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് റാം പറഞ്ഞു. ആനന്ദി വണ്ടി സ്റ്റാൻഡിൽ വെച്ചിട്ട് റാമിനെയും വെട്രിയെയും കൈ ഉയർത്തി കാട്ടി. കുളിച്ചിട്ട് വരാവേ. ആനന്ദി മുകളിലേക്കുള്ള പടികൾ കയറിപ്പോയി. സർപ്രൈസ് ഇപ്പോഴാണോ? പാട്ടി രഹസ്യമായി രേഷ്മയോട് ചോദിച്ചു. ഇല്ല, സർപ്രൈസിനുള്ള പണി ആരംഭിച്ചിട്ടേ ഉള്ളൂ, വൈകാതെ വരും. രേഷ്മ അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം പാട്ടിക്ക് മനസ്സിലായില്ലെങ്കിലും അവർ വെറുതെ ഒന്ന് ചിരിച്ചു. വാ, വന്നിരിക്കെ. ഇഡലിയും നല്ല തേങ്ങാ ചട്നിയും കപ്പലണ്ടി ചട്നിയും ഉണ്ട്. പാട്ടി റാമിനെയും വെട്രിയെയും തീന്മേശയിലേക്ക് ക്ഷണിച്ചു. അവർ 4 പേരും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആനന്ദി കുളി കഴിഞ്ഞ് നനഞ്ഞ മുടിയിൽ ടവൽ ചുറ്റി അവർക്കൊപ്പം ടേബിളിലേക്ക് വന്നിരുന്നു. സാധാരണ എന്തെങ്കിലും തമാശകൾ പറയാറുള്ള രേഷ്മയുടെ മൗനം ബാക്കിയുള്ളവർ തിരിച്ചറിഞ്ഞു. നിനക്കിതെന്ത് പറ്റി? വെട്രി തോളുകൊണ്ട് അവൾക്കിട്ട് ഒന്ന് ഇടിച്ചുകൊണ്ട് ചോദിച്ചു. അമ്മ രാവിലെ തന്നെ വിളിച്ച് കുറേ ചീത്ത പറഞ്ഞു. എനിക്ക് പോകണം. അവൾ അപ്പോൾ മനസ്സിൽ തോന്നിയ ഒരു കള്ളം പറഞ്ഞു. അവർക്ക് തലയ്ക്ക് ഭ്രാന്താണ്, വെട്രി ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ വിളിച്ചിട്ട് സംസാരിക്കണോ? പാട്ടി ചോദിച്ചു. വേണ്ട, അത് ഞാൻ നേരിട്ട് ചെന്നാലേ ശരിയാവും. പിന്നെ ഫിലിമിൽ സെലക്ഷൻ കിട്ടിയത് ഞാൻ പറഞ്ഞിട്ടില്ല. അത് കേൾക്കുമ്പോൾ കക്ഷി കൂളായിക്കോളും, രേഷ്മ പറഞ്ഞു. അപ്പോൾ റാമിൻ്റെ ഫോണിലേക്ക് മല്ലിയുടെ ഒരു കോൾ വന്നു. ഹായ് മല്ലി, പറയൂ. റാം, ആ ഷോറൂമിലെ എക്സിക്യൂട്ടീവ് പയ്യൻ വിളിച്ചിരുന്നു. നാളെ രാവിലെ തന്നെ വണ്ടി ഡെലിവറി ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് ഞാൻ നാളെ പുലർച്ചെ തന്നെ പുറപ്പെടും. ഇന്ന് നീ ഫ്രീ ആണെങ്കിൽ ഒന്ന് ഗിണ്ടി വരെ വരാമോ? വെറുതെ ഒന്ന് കാണാനാണ്. അതിനെന്താ, ഞാൻ ഇവിടെ അടുത്ത് തന്നെയുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഞാനങ്ങ് വരാം. ശരി റാം, ബൈ. കോൾ കട്ടായതും അവൻ രേഷ്മയെ നോക്കി. നിൻ്റെ ഒപ്പം ഞാനും കൂടി വരുന്നുണ്ട്. മല്ലി നാളെ പുലർച്ചെ നാട്ടിലേക്ക് പോവുകയാണ്. അവളെ ഒന്ന് കാണണം, റാം പറഞ്ഞു. ഭക്ഷണം കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് രേഷ്മ ആനന്ദിയെ ഒന്ന് നോക്കി. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. രേഷ്മ അവളെ നോക്കി തിരികെ ഒരു ചിരി പാസാക്കി. ആ സമയത്ത് റാം സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തു. രേഷ്മ അവൻ്റെ പിന്നിലേക്ക് കയറിയിരുന്നു. അവർ പുറത്തേക്ക് പോകുമ്പോൾ പാട്ടിയും ആനന്ദിയും കൂടി അവരെ കൈവീശി കാണിച്ചു. ആ സമയത്ത് വെട്രിയുടെ നെറ്റിയിൽ നേരിയ സംശയത്തിൻ്റെ വരകൾ പ്രത്യക്ഷമായിരുന്നു. ഗിണ്ടി റെയിൽവേ സ്റ്റേഷൻ്റെ അരികിലായി സ്കൂട്ടർ നിർത്തിയിട്ട് റാം റോഡിലേക്ക് ഇറങ്ങി. രേഷ്മേ, നീ ഓക്കെ അല്ലേ? അവൻ അവൾക്ക് ഹെൽമെറ്റ് ഊരി കൊടുത്തുകൊണ്ട് ചോദിച്ചു. ഒരു കാര്യമുണ്ട്, പിന്നെ പറയാം, തൽക്കാലം ബൈ. അവൾ ഹെൽമെറ്റ് തലയിലേക്ക് വെച്ച് വണ്ടി വേഗത്തിൽ മുന്നോട്ട് ഓടിച്ചുപോയി. അവളുടെ ആ പോക്ക് കണ്ടതും റാമിൻ്റെ നെറ്റിയിലും സംശയത്തിൻ്റെ വരകൾ പ്രത്യക്ഷപ്പെട്ടു. എങ്കിലും അവനത് കാര്യമാക്കാതെ ഫോണെടുത്ത് മല്ലിയെ വിളിച്ചു. അവൾ പാലത്തിന് താഴെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ അവളുടെ താമസ സ്ഥലത്തേക്ക് പോയി. അവിടെ ചെല്ലുമ്പോൾ അവർ 13 പേരും അവിടെ ഉണ്ടായിരുന്നു. മല്ലി എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവനൊരു കവർ സമ്മാനിച്ചു. റാം അത് തുറന്നു നോക്കുമ്പോൾ പുതിയ ഒരു ജോഡി ജീൻസും ഷർട്ടുമാണ്. ഇതൊക്കെ എന്തിനാ വാങ്ങി നിൻ്റെ പൈസ കളഞ്ഞത്? അവൻ ചോദിച്ചു. ഒരു പക്ഷേ ഇനി നമ്മൾ തമ്മിൽ കണ്ടില്ലെങ്കിലോ? എൻ്റെ എന്തെങ്കിലും ഓർമ്മകൾ നിൻ്റെ കൂടെ വേണ്ടേ? സത്യത്തിൽ മല്ലിയെപ്പോലെ തന്നെ റാമിനും ആദ്യമായിട്ടായിരുന്നു ഒരാൾ വസ്ത്രങ്ങൾ വാങ്ങി സമ്മാനമായി നൽകുന്നത്. നമുക്കൊന്ന് വെറുതെ ട്രെയിൻ കയറി ടി നഗർ വരെ പോയാലോ? ഒന്നും പറയാതെ നിൽക്കുന്ന റാമിനെ നോക്കി മല്ലി ചോദിച്ചു. എങ്കിൽ ഞാൻ ഈ ഡ്രസ്സ് ഇടട്ടെ? അവൻ തിരിച്ചു ചോദിച്ചു. അതിന് മറുപടിയായി അവൾ തൂണിനോട് ചേർത്ത് കെട്ടിയിരുന്ന പ്ലാസ്റ്റിക് മറ കാണിച്ചു കൊടുത്തു. ഞങ്ങൾ അതിലാ സാരിയൊക്കെ മാറുക. അവൻ ആ കവറുമായി അതിനുള്ളിലേക്ക് പോയി. ഒരു ആകാശ നീല നിറത്തിലെ ജീൻസും കറുപ്പ് ഷർട്ടുമായിരുന്നു അത്. അവൻ്റെ സൈസ് മല്ലിക്ക് അത്ര തിട്ടമല്ലായിരുന്നെങ്കിലും അവൻ അതിട്ട് വന്നപ്പോൾ മല്ലിക്കും കൂട്ടുകാർക്കും അവനത് നന്നായി ചേരുന്നത് പോലെ തോന്നി. അവരോടൊക്കെ പറഞ്ഞതിന് ശേഷം മല്ലിയും റാമും കൂടി ഗിണ്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു.
ഞായറാഴ്ചയായതിനാൽ റെയിൽവേ സ്റ്റേഷനിൽ അധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. സമൂസ വിൽക്കുന്ന അമ്മച്ചി മല്ലിയെ വന്ന് കെട്ടിപ്പിടിക്കുകയും നെറുകയിൽ ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്തു. അവർ പോയപ്പോൾ മല്ലി അവനിലേക്ക് തിരിഞ്ഞു. റാം, ഞാനൊരു കാര്യം കാട്ടിത്തരാം, വാ. അവൾ അവനെയും കൂട്ടി സാധാരണ റാം ട്രെയിൻ കാത്തിരിക്കാറുള്ള സിമൻറ്റ് ബെഞ്ചിനരികിലേക്ക് നടന്നു. ആ ബെഞ്ചിൽ റാം മാർക്കർ പേന കൊണ്ട് മുൻപൊരിക്കൽ എഴുതിയിട്ടിരുന്ന അവൻ്റെ പേരിനൊപ്പം മല്ലിയുടെ പേരും കൂടി എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ട് റാം അവളെ ഒന്ന് നോക്കി. ഈ പേരിനൊപ്പം ഒരു സിമൻറ്റ് ബെഞ്ചിലെങ്കിലും ഞാനൊന്ന് സ്ഥാനം പിടിക്കട്ടെ. അവൾ അത് പറഞ്ഞു തീർന്നതും ഒരു ട്രെയിൻ പ്ലാറ്റ്ഫോമിലേക്ക് ഹോൺ മുഴുക്കിക്കൊണ്ട് വന്നു നിന്നു. മല്ലിയും റാമും കമ്പാർട്ട്മെൻറ്റിനുള്ളിലേക്ക് കയറിയിട്ട് സ്ഥിരം നിൽക്കാറുള്ളതുപോലെ വാതിലിൻ്റെ ഇരുവശത്തുമായി നിന്നു. മല്ലി അവസാനം പറഞ്ഞ ആ വാചകങ്ങളിലായിരുന്നു റാമിൻ്റെ മനസ്സ് മുഴുവൻ. ഇടയ്ക്കിടെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. സ്വയം ആരാണെന്നുള്ള തിരിച്ചറിവ് മൂലം പറയാതെ വെച്ച ഒരു ഇഷ്ടം അവളുടെ കണ്ണുകളിൽ ഒളിഞ്ഞിരിക്കുന്നത് അവൻ തിരിച്ചറിഞ്ഞു. മാമ്പളം സ്റ്റേഷനിൽ ഇറങ്ങി ടി നഗറിൻ്റെ തിരക്ക് പിടിച്ച തെരുവിലൂടെ അവർ വെറുതെ നടന്നു. സൂചി കുത്താൻ ഇടമില്ലാത്തതുപോലെ ആൾക്കൂട്ടം കണ്ടപ്പോൾ റാം മല്ലിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ഇവിടെ ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു കിട്ടാൻ പ്രയാസമാണ്. മല്ലി ഒരിക്കൽ തന്നോട് പറഞ്ഞ ആ ഡയലോഗ് റാം തിരിച്ചു പറഞ്ഞു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു. ആളുകൾ പലരും അവരെ രൂക്ഷമായും പരിഹാസത്തോടെയും നോക്കിയെങ്കിലും റാം അതൊന്നും ഗൗനിക്കാൻ നിൽക്കാതെ അവളെയും കൊണ്ട് ആ തെരുവിൻ്റെ അങ്ങേയറ്റം വരെ കാഴ്ചകളും കണ്ട് നടന്നിട്ട് അവർ മുൻപൊരിക്കൽ കയറിയ വൃദ്ധൻ്റെ കടയിലേക്ക് കയറി ലസ്സിയും കുടിച്ചതിന് ശേഷം തിരികെ മാമ്പളം സ്റ്റേഷനിലേക്ക് വന്നു. പിന്നീട് വന്ന ട്രെയിനിൽ കയറി അവർ ഗിണ്ടിയിൽ തിരികെ എത്തി. നാളെ മുതൽ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ആ സമോസ വിൽക്കുന്ന അമ്മച്ചിയോടൊപ്പം നീ ഉണ്ടാവില്ലല്ലേ? മല്ലി താമസിക്കുന്ന കത്തിപ്പാറ പാലത്തിനരികിലേക്ക് നടക്കുന്നതിനിടയിൽ റാം ചോദിച്ചു. മല്ലി അതിന് മറുപടി പറഞ്ഞില്ല. ഗിണ്ടിയിൽ നിന്നും കത്തിപ്പാറ പാലത്തിനടിയിലേക്കും ബസ് സ്റ്റോപ്പിലേക്കും 2ആയി പിരിയുന്ന റോഡെത്തിയപ്പോൾ ഇരുവരും നിന്നു. റാം മല്ലിയെ ഒന്ന് നോക്കി. മല്ലി അവനെയും. റാം മല്ലിയെ കെട്ടിപ്പിടിച്ചു. കാളിദാസ്, നീ എവിടെയായിരുന്നാലും ഏത് കോലത്തിലായിരുന്നാലും എന്നും സന്തോഷമായിരുന്നാൽ മതി എനിക്ക്. അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് നീയൊരു കുഞ്ഞായി പിറക്കാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും. എന്നിട്ട് ഒരു ദുഷ്ടന്മാരുടെയും കണ്ണുപെടാതെ ഒരു കോട്ടവും തട്ടാതെ നിന്നെ ഞാൻ പൊന്നുപോലെ സംരക്ഷിക്കും. ശേഷം അവൻ മല്ലിയിൽ നിന്നും അകന്നു മാറി തിരിഞ്ഞു പോലും നോക്കാതെ ബസ് സ്റ്റോപ്പിലേക്ക് വേഗത്തിൽ നടന്നുപോയി. മല്ലി അവൻ നടന്നു പോകുന്നത് നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്നു. സത്യത്തിൽ അവനൊപ്പം ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയിലൊക്കെ പോയി ഒന്നിച്ചു നിന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ റാമിൻ്റെ പുഞ്ചിരിച്ച ആ മുഖവും അവനൊത്തുള്ള നല്ല നിമിഷങ്ങളും ഓർമ്മയിൽ അങ്ങനെ കിടക്കുന്നതാണ് നല്ലതെന്ന് അവൾക്ക് തോന്നി. റാം ഫ്ലാറ്റിലെത്തുമ്പോൾ സമയം 2 മണി അടുത്തായിരുന്നു. ആ സമയത്ത് ബിനീഷും കിരണും കൂടി സൂപ്പർ മാർക്കറ്റിൽ പർച്ചേസ് ചെയ്യാനായി ഇറങ്ങുകയായിരുന്നു. അവനും അവർക്കൊപ്പം സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. അങ്ങനെ ആ ഞായറാഴ്ചയും കടന്നുപോയി. നീണ്ട 5.5 മണിക്കൂർ വേണ്ടി വന്നു ആ ട്രെയിൻ സേലമെത്താൻ. സേലത്ത് ആത്തൂർ എന്ന സ്ഥലത്തായിരുന്നു മല്ലിയുടെ വീട്. സേലം റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ 5 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു പുലരിയിൽ സ്നേഹിച്ചവനൊപ്പം ചെന്നൈ വണ്ടി കയറുന്ന ഓർമ്മകൾ അവളുടെ മനസ്സിൽ വീണ്ടും തികട്ടി വന്നു. അവൾ ഫോണെടുത്ത് ഷോറൂമിൽ താനുമായി സംസാരിക്കാറുള്ള മണി എന്നു പേരുള്ള എക്സിക്യൂട്ടീവ് പയ്യനെ വിളിച്ചു. 15 മിനിറ്റുകൾക്കകം അവൻ ഷോറൂമിലെ കാറുമായി റെയിൽവേ സ്റ്റേഷനിലെത്തി. സേലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 60 കിലോമീറ്ററിനടുത്ത് ദൂരമുണ്ടായിരുന്നു ആത്തൂരേക്ക്. വികസനം അധികം എത്തിയിട്ടില്ലാത്ത ഒരു ഗ്രാമമായതിനാൽ വാഹനങ്ങൾ വാങ്ങുന്നതിനും മറ്റുമായി സേലം സിറ്റിയെയാണ് അവിടുത്തുകാർ ആശ്രയിച്ചിരുന്നത്. മല്ലി തൻ്റെ കാര്യങ്ങൾ മണിയോട് സംസാരിച്ചപ്പോൾ അവൻ തന്നെയാണ് അവളുടെ അനുജന് സർപ്രൈസ് കൊടുക്കുവാനുള്ള എല്ലാവിധ സഹായങ്ങളും താൻ ചെയ്യാമെന്ന് വാക്കുകൊടുത്തത്. യാത്ര എങ്ങനെയുണ്ടായിരുന്നു? അവളുടെ പെട്ടിയും മറ്റും ഡിക്കിയിൽ എടുത്തു വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു. കുഴപ്പമൊന്നും ഉണ്ടായില്ല. ബുള്ളറ്റ് കൊണ്ടുവന്നില്ലേ? അവൾ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു. വണ്ടിയുമായി ഷോറൂമിലെ 2 പിള്ളേർ അവിടേക്ക് പോയി കഴിഞ്ഞു. ബുള്ളറ്റിൽ ചില്ലറ ഡെക്കറേഷൻ പരിപാടികൾ ആത്തൂർ എത്തും മുൻപ് അവന്മാർ ചെയ്തോളും. തിരികെ അവന്മാരെയും പിക്ക് ചെയ്ത് ഞാനിങ്ങ് പോരും, മണി വിനയത്തോടെ പറഞ്ഞു. വീട്ടിലെത്തുമ്പോൾ തന്നെ എങ്ങനെയാവും അച്ഛനും അനുജനും ഉൾക്കൊള്ളുക എന്ന ആശങ്കയിൽ മണിയുമായി തൻ്റെ കാര്യങ്ങൾ നേരത്തെ തന്നെ മല്ലി സംസാരിച്ചു വച്ചിരുന്നു. ജന്മഗ്രാമത്തിലേക്ക് അടുക്കുന്തോറും അവളുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചുകൊണ്ടിരുന്നു. ആത്തൂർ എത്തുന്നതിന് 1 കിലോമീറ്റർ മുൻപ് മണി കാർ ഒതുക്കി നിർത്തി. റോഡ് സൈഡിലായി ഓറഞ്ച് നിറത്തിൽ റിബൺ കെട്ടി പൂമാലയിട്ട് അലങ്കരിച്ചു വെച്ച കറുത്ത സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് കണ്ടപ്പോൾ അവൾ വെളിയിലേക്ക് ഇറങ്ങി. അതിനരികിൽ റോയൽ എൻഫീൽഡിൻ്റെ ലേബലിലുള്ള കറുത്ത ടീഷർട്ടിട്ട 2 യുവാക്കൾ നിൽപ്പുണ്ടായിരുന്നു. മല്ലിയെ സീനിയർ എക്സിക്യൂട്ടീവായ മണിയുടെ ഒപ്പം കണ്ടതും അവർ അത്ഭുതത്തോടെ ഇരുവരെയും നോക്കി.
അവളെ അങ്ങനെ നോക്കരുതെന്ന് പറയുന്ന തരത്തിൽ മണി കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. താങ്ക്സ് അനിയന്മാരെ, അവൾ അവരെ ഇരുവരെയും നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവർ തിരികെയും പുഞ്ചിരിച്ചു കാട്ടി. മല്ലിക്ക് ബുള്ളറ്റ് കണ്ട് തൃപ്തി വന്നെന്ന് തോന്നിയപ്പോൾ മണി വീണ്ടും അവളെ കാറിലേക്ക് ക്ഷണിച്ചു. ഗ്രാമത്തിലെ വഴികൾക്ക് ചെറിയ മാറ്റങ്ങൾ വന്നെങ്കിലും വിനായകൻ കോവിലിന് സമീപത്തെ കുളത്തിന് സമീപത്തു കൂടിയുള്ള ടാർ ചെയ്യാത്ത റോഡ് മല്ലിക്ക് തിട്ടമായിരുന്നു. അവൾ മണിക്ക് വഴി പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. പിന്നിൽ ആ 2 യുവാക്കൾ സാവധാനത്തിൽ ബുള്ളറ്റിൽ അവരെ പിന്തുടർന്നു. 5 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ വീട്ടുമുറ്റത്തേക്ക് കാറിൽ വന്നിറങ്ങുമ്പോൾ അവൾക്ക് നേരിയ വിറയൽ അനുഭവപ്പെട്ടു. പായലും പുകയുമെല്ലാം പിടിച്ച് ആ ആണ്ടുമുറി വീട് ഒന്നുകൂടി പഴഞ്ചനായതല്ലാതെ അധിക മാറ്റങ്ങളൊന്നും സംഭവിച്ചിരുന്നില്ല. കാർ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ അയലത്തുള്ള വീടുകളിൽ നിന്നും കുട്ടികളും ചില മുതിർന്നവരും റോഡിലേക്ക് വന്നു. ആ സമയത്ത് യുവാക്കൾ 2 പേരും കൂടി വീടിൻ്റെ മുന്നിലെ റോഡിലായി ബുള്ളറ്റ് കൊണ്ടുവന്ന് സെൻറ്റർ സ്റ്റാൻഡിൽ വച്ചിട്ട് അല്പം മാറി നിന്നു. എങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ, മല്ലി കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ മണിയോട് പറഞ്ഞു. അല്ല, സാധാരണ നമ്മൾ വണ്ടി ഡെലിവറി ചെയ്യുമ്പോൾ ഒരു ഫോട്ടോ എടുക്കാറുണ്ട്. പോക്കറ്റിൽ നിന്നും ഒരു ഡിജിറ്റൽ ക്യാമറ കയ്യിലെടുത്തുകൊണ്ട് മണി പറഞ്ഞു. ഞാൻ നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ. ഇവിടുത്തെ അവസ്ഥ എന്താകുമെന്ന് എനിക്കറിയില്ല. അഥവാ എന്തെങ്കിലും കുഴപ്പം തോന്നിയാൽ അപ്പോൾ തന്നെ നിങ്ങൾ പൊയ്ക്കോണം. ആ സമയത്ത് മല്ലിയുടെ അമ്മ വീട്ടിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി വന്നു. സത്യത്തിൽ അവൾ വരുമെന്ന് പറഞ്ഞെങ്കിലും അറിയിപ്പൊന്നുമില്ലാതെ അത്തരത്തിൽ പെട്ടെന്ന് കയറി വരുമെന്ന് അവളുടെ അമ്മയും കരുതിയിരുന്നില്ല. അതിനാൽ ആ കൂടിക്കാഴ്ചയ്ക്ക് അവർ മാനസികമായി തയ്യാറെടുത്തിരുന്നില്ല. കാറിൽ നിന്നും ഇറങ്ങി വരുന്ന സ്ത്രീവേഷം ധരിച്ച തൻ്റെ മകനെ ഒരു നോട്ടം നോക്കിയ ശേഷം ആ അമ്മ ചുറ്റുപാടുമൊന്നു നോക്കി. ആളുകൾ കാളിദാസിനെ തിരിച്ചറിഞ്ഞപ്പോൾ അവരുടെയൊക്കെ മുഖത്ത് അത്ഭുതവും ചിരിയും നിറയുന്നത് അവർ കണ്ടു. മണിയും അവൾക്കൊപ്പം കാറിൽ നിന്നും ഇറങ്ങി ഡിക്കിയിൽ നിന്നും അവളുടെ പെട്ടിയും സാധനങ്ങളും എടുത്ത് വെളിയിലേക്ക് വെച്ചു. മല്ലി തൻ്റെ അമ്മയെ പല്ലുകൾ മുഴുവൻ കാണുന്ന തരത്തിൽ ചിരിച്ചു കാട്ടി. ആ സമയത്ത് അവർ റോഡിലേക്ക് വേഗത്തിൽ നടന്നു വന്നു. മല്ലി അവരെ കെട്ടിപ്പിടിച്ചു. എന്തിനാ ഈ പകൽ സമയത്ത് വന്നത്? അവർ അവളുടെ കൈപ്പിടിയിൽ നിന്നും പിറകിലേക്ക് മാറിക്കൊണ്ട് ചോദിച്ചു. പെട്ടെന്ന് മല്ലിയുടെ മുഖത്തെ ചിരി അല്പം മാഞ്ഞു. കാളി, നിനക്ക് സുഖമാണോടി? എതിർവശത്തുള്ള വീട്ടിൽ മല്ലിയുടെ അതേ പ്രായത്തിലുള്ള ഒരുവൻ കയ്യിൽ തൻ്റെ കുട്ടിയെയും എടുത്തുകൊണ്ട് അവളെ പരിഹസിക്കുന്ന തരത്തിൽ വിളിച്ചു ചോദിച്ചു. ആളുകളുടെ കൂട്ടത്തോടെയുള്ള സംസാരവും മറ്റും കേട്ട് ചുറ്റുപാടുമുള്ള വീടുകളിൽ നിന്ന് ബാക്കി ആളുകളും വെളിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ മല്ലിയുടെ അനുജൻ കവിദാസും പുറത്തേക്ക് വന്നു നോക്കി. അനുജനെ കണ്ടയുടൻ മല്ലി ഷോറൂമിലെ യുവാക്കളുടെ നേർക്ക് തിരിഞ്ഞിട്ട് അതാണ് ആള് എന്ന് ആംഗ്യം കാണിച്ചു. 5 വർഷം കൊണ്ട് താടിയൊക്കെ വളർന്ന് അവനൊരു സുന്ദരൻ പയ്യനായിട്ടുണ്ടെന്ന് മല്ലിക്ക് തോന്നി. അവൾ അവനെ നോക്കി നന്നായി ഒന്ന് ചിരിച്ചു. എന്നിട്ട് അവൻ്റെ അരികിലേക്ക് നടന്നു ചെന്നു. മണി കാറിൻ്റെ പിൻസീറ്റിൽ വച്ചിരുന്ന നീളത്തിലുള്ള ബൈക്കിൻ്റെ കീയുടെ കട്ടുബോർഡ് വെളിയിലേക്ക് കൊണ്ടുവന്നു. കവി, ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിയ സമ്മാനമാ, ചെന്ന് ഓടിച്ചു നോക്ക്. അവൾ റോഡരികിൽ റിബണൊക്കെ കെട്ടി അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ബുള്ളറ്റ് കാട്ടി പറഞ്ഞു. അവൻ ചുറ്റുപാടുമൊന്നു നോക്കി. വീടിനരികിലുള്ളവരും ഗ്രാമത്തിൽ ആ വഴി കടന്നുപോയവരുമൊക്കെ ഒരു കാഴ്ചക്കാരെ പോലെ അമ്മയും തന്നെയും നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ മല്ലിയെ നോക്കി. ഇതും കൊണ്ട് വേഗം പൊയ്ക്കോ ഇവിടുന്ന്. അവൻ്റെ മറുപടി കേട്ടതും മല്ലി തൻ്റെ ചിരിയിൽ അല്പം പോലും മാറ്റം വരാതെ അവനെ തന്നെ നോക്കി നിന്നു. ആ സമയത്ത് കുളി കഴിഞ്ഞ് ഒരു തോർത്തും ചുറ്റി അവരുടെ അച്ഛനും മുറ്റത്തെ മറപ്പുരയിൽ നിന്നും വെളിയിലേക്ക് വന്നു. അയാളും ആളുകളെയൊക്കെ കണ്ട് ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചു. ഞാനിനി തിരിച്ചു പോകുന്നില്ല കവി. ഇനി മുതൽ ഇവിടെ നിങ്ങൾക്കൊപ്പം നിൽക്കാനാണ് ഞാൻ വന്നത്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ പയ്യ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ ബൈക്കൊക്കെ വാങ്ങിയത്. അവൾ സ്നേഹത്തോടെ പറഞ്ഞു. നീ എങ്ങനെ കഷ്ടപ്പെട്ടെന്ന് അവൻ പല്ലുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് തിരിച്ചു ചോദിച്ചു. ആ ചോദ്യത്തിന് മുന്നിൽ എന്ത് ഉത്തരം പറയണമെന്നറിയാതെ മല്ലി നിശബ്ദയായി. മണിയും യുവാക്കളും നിൽക്കണോ അതോ പോകണോ എന്ന ഭാവത്തിൽ ബൈക്കിൻ്റെ കീയുടെ കട്ടുബോർഡും പിടിച്ച് റോഡിൽ തന്നെ നിന്നു. നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ ഈ ഹിജറ കോലത്തിൽ ഇവിടേക്ക് വരാൻ? അവിടേക്ക് നടന്നു വന്ന അവളുടെ അച്ഛൻ്റെ ചോദ്യത്തിന് മുന്നിൽ മല്ലിയൊന്ന് തലകുനിച്ചു. ചുറ്റും കൂടിയ ആളുകൾ തങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന കാളിദാസ് എന്ന മല്ലിയെ ഓരോ കമൻറ്റുകൾ പറഞ്ഞു തുടങ്ങി. അവൾ നോക്കുമ്പോൾ അതിൽ പലരും തന്നെ ചെറുപ്പത്തിൽ ഉപയോഗിച്ചിരുന്നവരാണെന്ന് തിരിച്ചറിഞ്ഞു. മല്ലി അവളുടെ അച്ഛനെ ഒന്ന് നോക്കി. അപ്പാ, ഞാൻ അകത്തേക്ക് വന്നോട്ടെ അപ്പാ, എന്നിട്ട് എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. അയാൾ അതിന് മറുപടി പറയാതെ ദേഷ്യം കൊണ്ട് നിന്ന് വിറച്ചു. യുവാക്കൾ നമുക്ക് പോയാലോ എന്ന രീതിയിൽ മണിയെ നോക്കി. ആളുകളൊക്കെ തന്നെയും കുടുംബത്തിനെയും പരിഹസിക്കുന്നത് കണ്ടപ്പോൾ കവിദാസിന് ദേഷ്യവും രോഷവും ഒരുപോലെ ഇരച്ചു കയറി. അവൻ മല്ലിയുടെ നെഞ്ചിനിട്ട് ആഞ്ഞൊരു ചവിട്ട് കൊടുത്തു. മല്ലി അത് തൻ്റെ അനുജനിൽ നിന്നും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ചവിട്ടിൻ്റെ ആഘാതത്തിൽ അവൾ റോഡിലേക്ക് മലർന്നടിച്ചു വീണു. ആ രംഗം കണ്ട് യുവാക്കളുടെ കയ്യിൽ നിന്ന് കട്ടുബോർഡ് നിലത്തേക്ക് വീണുപോയി. ഭ്രാന്ത് കയറിയതുപോലെ കവിദാസ് വീടിനകത്തേക്ക് ഓടിപ്പോയി. എന്ത് പ്രശ്നമുണ്ടായാലും തനിക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് കരുതിയ അമ്മ
തന്നേക്കാൾ കൂടുതൽ നോട്ടം ചുറ്റുപാടുമുള്ളവരെ നോക്കുന്നത് കണ്ടപ്പോൾ മല്ലിയുടെ കണ്ണുകൾ നിറഞ്ഞു. നിനക്കവിടെ തുണി പൊക്കിത്തരുന്നവനൊക്കെ സുഖം കൊടുത്തിരുന്ന പരിപാടിയല്ലായിരുന്നോടാ മകനെ? മല്ലിയുടെ അച്ഛൻ ഉടുത്തിരുന്ന തോർത്ത് അവളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ചോദിച്ചു. ഇനിയും ഇവിടെ നിന്നാൽ നമ്മളും ഈ നാട്ടുകാരും തമ്മിൽ വ്യത്യാസമുണ്ടാകില്ല. നമുക്ക് പോകാം, മണി യുവാക്കളെ നോക്കി പറഞ്ഞു. മല്ലിയെ ദയനീയമായി ഒരു നോട്ടം കൂടി നോക്കിയിട്ട് അവർ മൂന്നുപേരും കാറിലേക്ക് കയറി. വീടിനകത്തേക്ക് പോയ കവിദാസ് നീളമുള്ള ഒരു ഇരുമ്പുവടിയുമായി റോഡിലേക്ക് ഓടിയെത്തി. മല്ലിക്ക് അവൻ്റെ കയ്യിൽ ഇരുമ്പുവടി കണ്ടപ്പോഴേ കാര്യം പിടികിട്ടി. കാരണം ചെറുപ്പം മുതൽക്ക് ഇഷ്ടമില്ലാത്ത ഏതൊരു വസ്തു കൺമുന്നിൽ കണ്ടാലും അത് തല്ലിപ്പൊട്ടിക്കുന്ന സ്വഭാവം അവനുണ്ടായിരുന്നു. അവൾ നിലത്തു നിന്നും എഴുന്നേറ്റ് അവൻ്റെ പിന്നാലെ ഓടി. ബുള്ളറ്റിനരികിലേക്ക് ഓടിയെത്തിയ കവിദാസ് തൻ്റെ അരിശം തീർക്കും പോലെ വണ്ടിയുടെ മീറ്ററിലും ഹെഡ്ലൈറ്റിലും ഇരുമ്പുവടി കൊണ്ട് ആഞ്ഞടിച്ചു. ഇരുഭാഗത്തെയും ചില്ലുകൾ പൊട്ടിത്തകർന്നു. കാർ റിവേഴ്സ് എടുത്തുകൊണ്ടിരുന്ന മണിയുടെയും അവൻ്റെ ഒപ്പം വരുന്ന യുവാക്കളുടെയും ശ്വാസം ആ കാഴ്ച കണ്ട് ഒരു നിമിഷം നിലച്ചുപോയി. ചേട്ടൻ ഒരുപാട് പിച്ചെടുത്തിട്ട് വാങ്ങിയതാടാ മോനെ, നശിപ്പിക്കല്ലേ, മല്ലി അവൻ്റെ കൈ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ നിൻ്റെ കൊടുത്തുണ്ടാക്കിയ ഈ സാമാനം എന്നെക്കൊണ്ട് തന്നെ നിനക്ക് ഓടിപ്പിക്കണമല്ലേടാ മകിഴ്വ. അവൻ മല്ലിയുടെ ചെകിട്ടത്തൊന്ന് പൊട്ടിച്ചിട്ട് അവളെ പിടിച്ച് റോഡിലേക്ക് തള്ളി. എന്നിട്ട് ഇരുമ്പുവടി കൊണ്ട് ബുള്ളറ്റിൻ്റെ പെട്രോൾ ടാങ്ക് പരമാവധി ശക്തി ഉപയോഗിച്ച് അടിച്ചു ചളുക്കി. ആ സമയത്ത് മണിയും യുവാക്കളും കൂടി കാറിൽ നിന്നും ഇറങ്ങി ഓടി വന്നിട്ട് കവിദാസിനെ വണ്ടി തല്ലിപ്പൊട്ടിക്കുന്നതിൽ നിന്നും പിടിച്ചു മാറ്റി. മല്ലിയുടെ അമ്മയും അയൽവീട്ടിലെ മല്ലിയുടെ അച്ഛൻ്റെ സുഹൃത്തും കവിദാസിനെ പിടിച്ചു മാറ്റാൻ അവർക്കൊപ്പം കൂടി. റോഡിലേക്ക് വീണ അതേ ഇടത്തിൽ കൈകുത്തിയിരുന്നു കൊണ്ട് മല്ലി തൻ്റെ അനുജനിലെ സംഹാരമൂർത്തിയെ നോക്കിക്കണ്ടു. കവിദാസിനെ എല്ലാവരും ചേർന്ന് വീടിനുള്ളിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. മണി മല്ലിയെ റോഡിൽ നിന്നും എഴുന്നേൽപ്പിച്ച് കാറിൽ കൊണ്ടുപോയി ഇരുത്തി. അവൻ സമാധാനിപ്പിക്കാൻ പറഞ്ഞ വാക്കുകളൊന്നും മല്ലി കേട്ടില്ല. യുവാക്കളിൽ ഒരുവൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു നോക്കി. അത് ഓടിക്കാൻ കഴിയുമെന്ന് മനസ്സിലായപ്പോൾ തങ്ങൾ അതിൽ വന്നുകൊള്ളാം എന്നവർ പറഞ്ഞു. കൂടുതൽ സമയം അവിടെ തുടരാൻ നിൽക്കാതെ മണി മല്ലിയെയും കൊണ്ട് തിരികെ സേലം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. പ്രിയ കൂട്ടുകാരെ, കഥ നിങ്ങൾക്കിഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഈ കഥയുടെ ബാക്കി ഭാഗവുമായി ഞാൻ വരും വരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വിട.